ഹായ് ഹലോ കഥ ആൻഡ് ക്യാമറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഐ ആം ഗെയിം സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങുന്നുള്ള കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ലീക്ക് തന്നെ ഒരു പോസ്റ്റർ അപ്ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു. 6 o'clock 28th റിലീസ് ആവുന്നുള്ള. ആൻഡ് സാധാ വന്നിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് കണ്ടപ്പോ എനിക്ക് ഞാനത് കുറെയൊക്കെ സൂം ചെയ്തൊക്കെ നോക്കിട്ടോ, പിന്നെ റിയാക്ഷൻ വീഡിയോ ഇടാന്നാ വിചാരിച്ചത്. ആൻഡ് കയ്യിൽ ബ്ലഡ്, കയ്യിൽ തോക്ക്, സ്യൂട്ട്, കുറെ ആൾക്കാര്, സീൻസ് ലൈക്ക് ഇറ്റ്സ് എ കസീനോ. അപ്പോ ഒരു ഭയങ്കര പരിപാടി അതാണല്ലോ. ഐ ആം ഗെയിം ഫോക്കസ്ഡ് ആയിട്ടുള്ള പരിപാടി. ബെറ്റിംഗ് കുറെ എന്താ പറയാ ഡോളേഴ്സ് ഒക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കിടക്കുന്നുണ്ട്. റിച്ച് ആയിട്ടുള്ള പോലെ എനിക്കിത് കണ്ടപ്പോ തന്നെ കിട്ടിയ ഫീൽ ഉണ്ടല്ലോ. കാരണം ഞാൻ ഫസ്റ്റ് ലുക്ക് വന്നപ്പോ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ ആഗ്രഹിച്ച കാര്യമായിരുന്നു ഡിക്യുടെ ഫേസ് റിലീവ് ചെയ്തിട്ടുള്ള ഒരു ഒരു ക്യാരക്ടറിനെ കാണിച്ചിട്ടുള്ള പോസ്റ്റർ ആവണേ എന്നുള്ളത്. അല്ലാണ്ട് വേറെ എന്തെങ്കിലും. കാരണം പൊതുവെ ഇങ്ങനെ നമ്മുടെ മെയിൻ ഹീറോനെ കാണിക്കാതെ ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു പോണ പോസ്റ്റേഴ്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മുന്നേ. അപ്പൊ അങ്ങനെ ആവും എന്ന് വിചാരിച്ചു. പക്ഷെ ദൈവം സഹായിച്ച് ഇങ്ങനെയായി. ഉഷാറ് ഫീൽ കിട്ടി എനിക്ക്. എനിക്ക് എങ്ങനെ എങ്ങനെ പറയാൻ കറക്റ്റ് അറിയില്ല. I mean, ഞാൻ ഭയങ്കര ഹാപ്പിയാ. ആൻഡ് അതിന് DQ കൊടുത്തിട്ടുള്ള ക്യാപ്ഷൻ കണ്ടിരുന്നു, ഹോം കമ്മിങ് എന്ന് പറഞ്ഞിട്ടുള്ള. യെസ്, ഫൈനലി ഒരു മലയാള സിനിമയിലേക്ക് വരികയാണ്. അത് വരുന്ന സമയത്ത് തന്നെ റിച്ച് ആയിട്ടുള്ള ഒരു പിക്ചറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു കിഡിലം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിന്റെ ഫസ്റ്റ് ലുക്ക്. ആൻഡ് ഞാൻ പറഞ്ഞ സൂം ചെയ്ത് നോക്കുന്ന സമയത്ത് കയ്യിലെ ബ്ലഡ്, ഒരു ഗണ്ണ്, ഞാനിങ്ങനെ മനസ്സിൽ ഇമാജിൻ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഈ ഒരു സീൻ ചിലപ്പോൾ ഒരു കസീനോയില് ഒരു ഫൈറ്റ് സീക്വൻസ് ആവുകയാണെങ്കിലോ എന്നുള്ളത്. അവിടെ ഗൺ ഫയർ കാര്യങ്ങള് സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ അങ്ങനത്തെ ഒരു സംഭവം. പിന്നെ ജെയ്ക്സ് ബിജോയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ചെയ്യണത്. അപ്പൊ നമ്മൾ ആ തിയേറ്ററിൽ നിന്ന് കാണുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഫീൽ എത്രത്തോളം ആയിരിക്കും എന്നത് ഇപ്പൊ തന്നെ ഇമാജിൻ ചെയ്തു തുടങ്ങി. ഓവർ ഹൈപ്ഡ് ആവണില്ല എന്നാൽ സ്റ്റിൽ ബട്ട് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഫീൽ കിട്ടുമല്ലോ. ആൻഡ് DQ ഒരുപാട് കാലത്തിന് ശേഷം എന്താ പറയാ റെട്രോ പരിപാടിയൊക്കെ മാറ്റിപ്പിടിച്ച് ഫ്രഷ് അറ്റ് പ്രസന്റ് ലുക്കിലേക്ക് വന്നിട്ടുണ്ട്. അറ്റ് പ്രസന്റ് ലുക്ക് ഇൻ ദ സെൻസ് ആ ഒരു കളർ പരിപാടി, നല്ല അടിപൊളി കളർ ഗ്രേഡിംഗ് ഒക്കെ റെഡ് തീമിലൊക്കെ വരുന്നത്. ആൻഡ് ഇത് DQ പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റൈലിഷ് സ്ലീക്ക് പരിപാടി പോലെയാണ്. ആൻഡ് എന്താ പറയാ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനത് ആക്ച്വലി ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടാണ് മറ്റേ ഇൻസ്റ്റ എടുത്ത് നോക്കിയ സമയത്ത് കണ്ടത്, ഫസ്റ്റ് ലുക്ക് വന്നത്. അപ്പൊ തന്നെ ഞാൻ ഞെട്ടി എണീറ്റ്. ആഹാ, കിടിലം ഫീൽ ആയിരുന്നു എനിക്ക്. ആൻഡ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്ത ആൾക്കാരെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒബിയസ്ലി ഡയറക്ടർ നഹാസ് ഹിദായത്ത്, നമ്മുടെ RDX ഒക്കെ. അപ്പോൾ അതിൽ തന്നെ ആക്ഷൻ പരിപാടി എത്രത്തോളം ആ സിനിമയിൽ അടിപൊളിയായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ആ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. RDX കിങ് ഓഫ് കൊത്തയുടെ കൂടെ ക്ലാഷ് വന്ന സിനിമയായിരുന്നു RDX. കിങ് ഓഫ് കൊത്ത ഡൗൺ ആയ സമയത്ത് RDXന് ഭയങ്കരമായിട്ട് ആൾക്കാർ കയറി. അപ്പോൾ കയറി കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ആഹാ, ഇത് കിടിലം പരിപാടിയാണല്ലോ എന്നുള്ളത്. ആൻഡ് ഇതിലേക്ക് വരുന്ന സമയത്തും ആന്റണി വർഗീസ് പെപ്പ ഉണ്ട്. പിന്നെ മിസ്കിൻ ഒരു റോൾ ചെയ്യുന്നുണ്ട്. ആളെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു മലയാള സിനിമ ചെയ്യുന്നുണ്ട്, ഭയങ്കര മോശமான വില്ലൻ എന്നായിരുന്നു ആൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഇന്റർവ്യൂല്. എന്തായാലും ഉഷാറാവട്ടെ. പിന്നെ വന്നിട്ട് പിന്നെ ആക്ഷൻ അൻബരിഫ് മാസ്റ്റേഴ്സ് ആണ് ആക്ഷൻ ചെയ്യുന്നത്. RDX വരുന്ന സമയത്തേ RDX ഒരു ബോട്ട് ഫൈറ്റ് ഉണ്ടായിരുന്നു ഷെയ്നികത്തിന്റെ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സിനിമയിലേക്ക് വരുന്ന സമയത്തും DQ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്ഷൻ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള സിനിമയാണ് ആക്ഷൻ. അതേപോലെ ഭയങ്കരമായിട്ട് എനർജി മീൻസ് എഫേർട്ട് എടുത്തിട്ടുള്ള സിനിമയാണെന്നുള്ളത്. അപ്പോ ഒബ്വിയസ്ലി അൻബരു മാസ്റ്ററും അവരെ ബെസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി വരുന്ന ആൾക്കാര് സാൻഡി മാസ്റ്റർ റോൾ ചെയ്യുന്നുണ്ട്, നമ്മുടെ ലോകയിലൊക്കെ ഉള്ള ആ പോലീസ്. പിന്നെ എല്ലാവർക്കും അറിയാം ചോക്ലേറ്റ് കോഫി ആള് ഉണ്ട്. പിന്നെ പിന്നെ ആരൊക്കെ, ജിംഷി ഖാലിദാണ് സിനിമോട്ടോഗ്രാഫർ. ആൻഡ് ചമൻ ചാക്കോ എഡിറ്റർ. ഞാൻ പറഞ്ഞ മോളിവുഡ് ടൗണിൽ ഇപ്പൊ കിട്ടാവുന്ന വെച്ചാൽ ബെസ്റ്റ് ടെക്നീഷ്യൻസും അതേപോലെ നല്ല ഫൈറ്റ് മാസ്റ്റേഴ്സും ബാക്ക്ഗ്രൗണ്ട് പരിപാടി എല്ലാം നല്ല ടോപ്പ് നോച്ച് ടീമിനെ വെച്ചിട്ടാണ് ഈ സിനിമ ചെയ്യണത്. അപ്പൊ ഉറപ്പായിട്ടും അതിനൊരു നല്ലൊരു രീതിയിലുള്ള ആന്റിസിപ്പേഷൻ ഈ സിനിമ എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. ആൻഡ് വരാൻ പോകുന്ന ടൈമിൽ നമുക്ക് രണ്ട് സ്റ്റൈലിഷ് പടങ്ങളാ അടുത്ത മൊമെന്റുള്ള. ഇനി വേറെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാ, എന്റെ മനസ്സിൽ പെട്ടെന്ന് കിട്ടുന്നില്ല. ഒന്ന് ഖലീഫ, പിന്നെ ഐ ആം ഗെയിം. രണ്ടും 2026 ആൻഡ് ഐ ആം ഗെയിം ആണ് ആദ്യ തിയേറ്ററിലേക്ക് വരുന്നത് എന്നാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. ആൻഡ് ഖലീഫ ഓണത്തിനാണ് റിലീസ് 2026. രണ്ടിലും പൃഥ്വിരാജ് ആണെങ്കിലും DQ ആണെങ്കിലും സ്റ്റൈലിഷ് ലുക്കിലാണ്. കാരണം ഖലീഫയുടെ ഗ്ലിംസ് കണ്ട സമയത്ത് തന്നെ ആഹാ ഫീൽ ആയിരുന്നത്. പൃഥ്വിരാജിനെ അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് അങ്ങനത്തെ ഒരു റോളൊക്കെ വരുന്നത്. അപ്പോൾ അതും ഉഷാറാവട്ടെ. ആൻഡ് ഐ ആം ഗെയിം ഇപ്പൊ ഒന്നും കൂടെ സൂപ്പർ ചാർജ്ഡ് ആയി. വരുന്ന ദിവസങ്ങളിലൊക്കെ ഒരുപാട് അപ്ഡേറ്റ്സ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കണം. ഒരു ടീസർ അങ്ങനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അതിന്റെ ഫീൽ ആവും. ആൻഡ് ഒരു ജാനുവരി ടൈമിലൊക്കെ ആയിരിക്കുമല്ലോ ടീസർ ഉണ്ടാവുക. അല്ലെങ്കിൽ പിന്നെ ന്യൂ ഇയർ പ്രമാണിച്ച് എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് ഉണ്ടാവുമായിരിക്കും. എന്തായാലും നോക്കാം. പോസ്റ്റർ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ നിങ്ങളുടെ ഒപ്പീനിയൻ. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ.